കഥയെ ആരംഭിക്കുന്നത് സെമി എന്ന യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സെമി എന്ന് ആരെയോ വല്ലാതെ ഫോൺ വിളിക്കുകയായിരുന്നു. അവന്റെ ഗേൾഫ്രണ്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയിരിക്കുന്നു. അതും പെട്ടെന്നൊരു ദിവസം. സെമി അടുത്തൊരു ദിവസം അവിടെയുള്ള ഒരു ക്ലബിലേക്ക് ചെന്നു. ഒരുപാട് മദ്യപിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് സെമി തന്റെ സുഹൃത്തിനെ കണ്ടു. ബെറിക് എന്നായിരുന്നു അവളുടെ പേര്. ബെറിക് സെമിയുമായി സംസാരിച്ചു. നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞ് വിലക്കുണ്ടായിരുന്നതല്ലേ, എന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയല്ലോ, ബെറിക് തമാശ രൂപേണ ചോദിച്ചു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സെമി തന്റെ ഗേൾഫ്രണ്ട് ആയിരുന്ന ഡെഫ്നിയെ ആദ്യമായി മീറ്റ് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടായിരുന്നു. അവളുടെ പേര് ഡെഫ്നി എന്നായിരുന്നു. ദൂരെ നിന്ന് ആദ്യം അവൻ ഡെഫ്നിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡെഫ്നി അവനെ നോക്കി ചിരിച്ചതും അവൻ ഡെഫ്നിയുടെ അടുത്തെത്തി. ഒട്ടും മടിക്കാതെ അവളെ ചുംബിക്കാൻ ശ്രമിച്ചു. ഡെഫ്നി അവനെ തല്ലി ദേഷ്യത്തിൽ എഴുന്നേറ്റിരുന്നു. അവിടെ ഒരു സീൻ തന്നെ ഉണ്ടായി. പിന്നാലെ ഡെഫ്നി അവനെടുക്കൽ ചെന്ന് സംസാരിച്ചു. ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ നോക്കി ചിരിച്ച, നിന്നോട് നന്നായി സംസാരിച്ച, നീ ഇതാണോ അവരോട് ചെയ്യുന്നേ? സെമി അതോടെ അവളോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ അവളുമായി ഫ്ലേർട്ട് ചെയ്യാനും ആരംഭിച്ചു. നിങ്ങൾ വല്ലാത്ത വിചിത്രനായ മനുഷ്യനാണ്. ഒരു അറുവിറപ്പോടെ ഡെഫ്നി അത് പറഞ്ഞതും സെമി പറഞ്ഞു, വിചിത്രരായിട്ടുള്ള ആളുകളാണ് ഈ ലോകം അവസാനിപ്പിക്കാൻ പോകുന്നത്. സെമി പിന്നാലെ ഡെഫ്നിയോട് അവളുടെ പേര് ചോദിക്കാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന സെമിയുടെ സുഹൃത്താകട്ടെ അവനൊരു അവസരം കൊടുത്തു നോക്കുന്നേ എന്ന മട്ടിൽ അവളോട് പറയുന്നുണ്ടായിരുന്നു. ദേഷ്യത്തിൽ ഡെഫ്നി അവിടെ നിന്ന് പോന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരികയാണ്. അടുത്ത ദിവസം അവൻ ജിമ്മിൽ പോയി. ഇൻസ്ട്രക്ടർ സെമിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഡെഫ്നിയുടെ കൂടെ നിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നല്ലോ, അത് ക്യാൻസൽ ആയിട്ടുണ്ട്. ഡെഫ്നി തന്നെ നേരിട്ടാണ് ക്യാൻസൽ ചെയ്തത്. സെമി ഓക്കെ എന്ന് പറഞ്ഞു. അതും അവൻ അപ്രതീക്ഷിതമായിരുന്നു. അവൻ തിരികെ വീട്ടിലെത്തി. രാത്രിയിൽ വീടുടമ അവനെ കാണാൻ വന്നു. വാടക ഉയർത്താൻ പോവുകയാണെന്നും അക്കാര്യം പറയുവാനും മറ്റുമായി നിന്നെ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. പിന്നെ ഞാൻ ഡെഫ്നിയെ വിളിച്ചിരുന്നെന്നും അപ്പോഴാണ് നിങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന് അവൾ എന്നോട് പറഞ്ഞതെന്നും ലാൻഡ് ഓണർ പറഞ്ഞു. വാടക ഉയർത്താൻ പോകുവാണ്. നിനക്കൊറ്റക്കഥ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒഴിഞ്ഞുമാറുന്ന കാര്യം നോക്കണം. ബാക്കിയുള്ള കുടിശ്ശിക തരികയും വേണം. ലാൻഡ് ഓണർ അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി. സെമിക്ക് ഒരു വല്ലായ്മ തോന്നി. തങ്ങൾ ബ്രേക്കപ്പ് ചെയ്തിരിക്കുന്ന കാര്യം ഡെഫ്നി ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അവൾക്ക് വീണ്ടും ജോയിൻ ചെയ്യണമെന്നോ വീണ്ടും പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുമില്ലേ? അടുത്ത ദിവസം അവൻ ഓഫീസിൽ പോയി. അവിടെ വെച്ച് സുഹൃത്തായി എസ്തറെ കണ്ടു. ഓ, ഇന്ന് ഓഫീസിലേക്ക് വന്നല്ലോ എന്ന മട്ടിൽ എസ്തർ സെമിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. സെമി ഒരു ആർട്ടിസ്റ്റ് ആണ്. അഡ്വർടൈസിംഗ് ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. സെമി വരാത്തത് കൊണ്ടും ബോസിന്റെ പ്രഷർ കൊണ്ടും എസ്തർ ആകെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എസ്തറും സെമിയും മാറി നിന്ന് സംസാരിക്കുമ്പോൾ എസ്തർ അക്കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നാലെയാണ് സെമി ബ്രേക്കപ്പ് ആയ കാര്യം എസ്തർ അറിയുന്നത്. എസ്തർ അതിനെപ്പറ്റിയൊക്കെ തിരക്കി. സെമി പക്ഷേ ഒന്നും പറയാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സെമിയുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വിളിച്ചത്. പുതിയ വീട് നോക്കുന്ന കാര്യമൊക്കെ സംസാരിക്കാനായിരുന്നു അത്. അതിനെപ്പറ്റി സംസാരിക്കാൻ അവരൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് സെമി പുറമെ ക്യാൻഡി വിൽക്കുന്ന ഒരു മനുഷ്യൻ പോകുന്നത് കണ്ടത്. അവന്റെ ഓർമ്മകൾ പഴയ കാലത്തിലേക്ക് പോയി. ഡെഫ്നിയുമായി മോശമായിട്ട് സെമി ഇടപെട്ടിരുന്നല്ലോ, അവളോട് ക്ഷമ ചോദിക്കണം. എന്താണതിന് വഴിയെന്ന് ചിന്തിച്ചു നിൽക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാൻഡി വിൽപ്പനക്കാരനെ നോക്കി വിഷമിച്ചു നിൽക്കുന്ന ഡെഫ്നിയെ അവൻ കാണുന്നത്. അയാൾ രാവിലെ തൊട്ട് അവിടെ നിന്നിട്ട് ഒരു ക്യാൻഡി പോലും വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. സെമി നേരെ അയാളുടെ അടുത്തേക്ക് ചെന്നു. ആ ക്യാൻഡി മുഴുവൻ വാങ്ങി. ഡെഫ്നിയെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു അവൻ അത് ചെയ്തത്. അത് വർക്കാവുകയും ചെയ്തു. സെമി അത്ര മോശം മനുഷ്യനല്ല എന്ന് ഡെഫ്നിക്ക് തോന്നിയിരിക്കണം. ഇരുവരും പിന്നീട് ഒന്നിച്ചിരുന്ന് സംസാരിച്ചു. സംസാരിക്കുമ്പോ നീ എന്താ ചെയ്യുന്നത് എന്ന് സെമിയോട് ഡെഫ്നി ചോദിച്ചു. താനൊരു ആർട്ടിസ്റ്റ് ആണ്, ഇല്ലുസ്ട്രേറ്റർ ആണ് എന്ന കാര്യം അവൻ തുറന്നു പറഞ്ഞു. പുറത്ത് കമ്പനിയിലൊക്കെ ജോലിയുണ്ടെങ്കിലും അതിലൊന്നും തനിക്ക് വലിയ താല്പര്യമില്ല. തന്റെ വർക്കുകളൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രദർശനമൊക്കെ നടത്തണമെന്നാണ് സെമിയുടെ ആഗ്രഹം. പക്ഷെ ജീവിക്കാൻ അതുമാത്രം പോരല്ലോ, അതുകൊണ്ട് ജോലിയും ചെയ്യുന്നു എന്ന കാര്യം അവൻ ഡെഫ്നിയോട് പറഞ്ഞു. അവൻ തന്റെ വർക്കുകൾ ഡെഫ്നിക്ക് കാണിച്ചു കൊടുത്തു. ഡെഫ്നിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു. സെമി പിന്നാലെ പറഞ്ഞു, ഏതൊരു വർക്ക് നന്നായിട്ടും കാര്യമില്ല, അതിൽ നിന്ന് പണം നേടാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ട് പിന്നെ പ്രയോജനവുമില്ല. പക്ഷേ ഡെഫ്നിയുടെ മനോഭാവം അക്കാര്യത്തിൽ വിഭിന്നമായിരുന്നു. ജീവിതത്തിൽ സന്തോഷം കിട്ടുന്നത് ചെയ്യുക എന്ന് ഡെഫ്നി പറഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് അവർ തുടർച്ചയായി കണ്ടു. പാർട്ടികളിൽ പങ്കെടുത്തു. ഒരു ദിവസം സെമി തന്റെ മുൻ ഗേൾഫ്രണ്ടിനെ പറ്റി ഡെഫ്നിയോട് സംസാരിച്ചു. അവളുമായിട്ട് ഞാൻ കുറച്ചധികം നീണ്ടകാലം ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. പക്ഷെ ആ സ്പാർക്ക് ഉണ്ടല്ലോ, അതൊരുപാട് നാൾ നീണ്ടു നിന്നില്ല. ഒടുവില് ആ റിലേഷൻഷിപ്പ് അവസാനിച്ചു. ഈ പ്രണയത്തിന്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വളരെ വിഭിന്നമായതാണ്. അത് അനുഭവിച്ചു തന്നെ അറിയണം. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാ തരിക. സെമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നാലെ ഡെഫ്നിയോട് നിനക്ക് ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു ഡെഫ്നിയുടെ മറുപടി.
ചാടി താൻ സിംഗിളാണെന്നും പറഞ്ഞു. തന്റെ കയ്യിൽ പച്ച കുത്തിയിരുന്നതൊക്കെ സെമി പിന്നാലെ ഡെഫ്നിക്ക് കാണിച്ചു കൊടുത്തു. ഡെഫ്നിയുമായി ഒരു റിലേഷൻഷിപ്പിലാവാൻ അവൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ സൂചനകൾ അവൻ പ്രകടമാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം ഡെഫ്നി സെമിയുടെ ഫ്ളാറ്റിലെത്തി. ഇരുവരും അവിടെ വെച്ച് കണ്ട് ഒരുപാട് സംസാരിച്ചു. അവരുടെ ആദ്യ ചുംബനം നടന്നതും അവിടെ വെച്ചിട്ടായിരുന്നു. അവരുടെ അടുപ്പം വർദ്ധിച്ചു വന്നു. ഇരുവരും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടു. അവരുടെ ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. കഥ അവിടെ നിന്നും പ്രസന്റിലേക്ക് വരുന്നു. ബെറക്ക് ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ചെയ്തിരുന്നു, ഒരു കഫേ. അത് സന്ദർശിക്കാൻ അങ്ങോട്ടേക്ക് സെമി എത്തി. ബെറക്കുമായി സംസാരിച്ചു. സെമി ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ ബെറക്കിന് അറിയാമായിരുന്നു. ആ സമയം ബെറക്ക് ഡെഫ്നിയുമായുള്ള അവന്റെ റിലേഷൻഷിപ്പിന്റെ നീണ്ട കാലയളവിനെ പറ്റിയും അങ്ങനെ എളുപ്പത്തിൽ ഒന്ന് വിട്ടുകളഞ്ഞ് മറ്റൊന്നിലേക്ക് ചേക്കേറാൻ സാധിക്കില്ല എന്ന കാര്യമൊക്കെ സംസാരിച്ചു. ഡെഫ്നി തിരികെ വരും എന്ന് തന്നെയായിരുന്നു സെമി അപ്പോഴും ചിന്തിച്ചിരുന്നത്. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും പോകുന്നു. അവർ റിലേഷൻഷിപ്പിലായിരുന്ന കാലത്ത് ഒരു ഭിത്തിയിൽ സെമി ഡെഫ്നിയുടെ അതിമനോഹരമായ ചിത്രം വരച്ചു. അത് സർപ്രൈസായി അവളെ കാണിക്കാൻ കൊണ്ടുപോയി. അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഡെഫ്നി അതിശയിച്ചിരുന്നു. അതുവരെ ആ റിലേഷൻഷിപ്പിന് അവൾ അത്ര പ്രാധാന്യം നൽകിയിരുന്നില്ലെങ്കിലും അന്നു മുതൽ സെമീഹിനെ തന്റേതായി അവൾ കാണാൻ ആരംഭിച്ചു. അതായിരുന്നു അവരുടെ ലൈഫിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഡെഫ്നി പോയതിൽ പിന്നെ സെമിക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം അവൻ ഓഫീസിലെത്തി. ഓഫീസിൽ പുതിയൊരു പ്രധാനപ്പെട്ട ക്ലയന്റ് വന്നിട്ടുണ്ട്. ആ ക്ലയന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സെമിയുടെ ആവശ്യം ഓഫീസിലുണ്ടായിരുന്നു. ബോസായ ലേഡി സെമിയോട് അതിനെപ്പറ്റി എടുത്തു പറഞ്ഞു. കുറച്ചുനാൾ നിന്റെ തലയിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നെടുത്തു പറഞ്ഞു. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. സെമിയും ഡെഫ്നിയും റിലേഷൻഷിപ്പിലായിരുന്ന സമയം. ആ സമയത്തായിരുന്നു സെമിയുടെ ഒരു ഫ്രണ്ട് ഒരു പാർട്ടിക്കായി വിളിച്ചത്. ഡെഫ്നിയെയും കൂട്ടിക്കൊണ്ടുവരാൻ ഫ്രണ്ട് പറഞ്ഞിരുന്നെങ്കിലും അവള് വരുന്നില്ല എന്ന് സെമി നേരത്തെ പറഞ്ഞിരുന്നു. ആ വിവരം കേട്ട് ഡെഫ്നിക്ക് ദുഃഖം തോന്നി. അവൾക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ പാർട്ടി ബോറിംഗ് ആയിരിക്കും, അതുകൊണ്ടാ നീ വരില്ലെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ സെമി ന്യായീകരിച്ചു. പിന്നാലെ പാർട്ടിക്ക് പോകാൻ അവൻ വസ്ത്രം ധരിച്ചു. പക്ഷെ ആ വസ്ത്രമൊന്നും അവനത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പാർട്ടിയുടെ പേരിൽ അവർ തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി. താൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് തന്റെ വസ്ത്രമൊക്കെ ഊരിയെറിഞ്ഞ് സെമി പുറത്തേക്കിറങ്ങി. ഡെഫ്നി വിൻഡോയുടെ അടുത്ത് വന്നു നിന്നു. തന്റെ വസ്ത്രങ്ങൾ ഊരി കണ്ണാടിയിലൂടെ അത് കണ്ടതും സെമി തിരികെ ഓടിക്കയറി വന്നു. അവളെ കെട്ടിപ്പിടിച്ചു. ഇരുവരും തമ്മിൽ ആ രാത്രി ഒന്നിച്ചു ചെലവഴിച്ചു. പിന്നീട് ഇരുവരും ഒന്നിച്ച് ആ പാർട്ടിക്കും പോയി. പാർട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇരുവരും അതുവഴി വന്ന ബസ്സിൽ കയറി. എങ്ങോട്ടാ പോകുന്നത് എന്ന് ഡെഫ്നി ചോദിച്ചു. അറിയില്ലെന്നും ഇത് രസകരമായ ഒരു അഡ്വഞ്ചർ ആയിരിക്കും എന്നും പറഞ്ഞ് ഡെഫ്നിയെയും കൂട്ടിക്കൊണ്ടായിരുന്നു സെമി പോയത്. അവർ എവിടെയോ ചെന്നിറങ്ങി. കുറെ ദൂരം നടന്നു. കുറേയധികം സംസാരിച്ചു. അവരുടെ റിലേഷൻഷിപ്പ് വീണ്ടും സ്ട്രോങ് ആവുകയായിരുന്നു. ഇരുവരും ഒരേ ഫ്ളാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് ഞെട്ടി സെമി നോക്കുമ്പോ ഡെഫ്നിയെ കാണുന്നില്ല. ഡെഫ്നി ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവൾ കരയുന്നുമുണ്ട്. സെമി അങ്ങോട്ടേക്ക് ചെന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടൻ ഡെഫ്നി പറഞ്ഞു, ജീവിതത്തിൽ എന്റെ പഴയ കാലത്തൊക്കെയും എനിക്ക് വേദനകൾ മാത്രമായിരുന്നു. സന്തോഷവും സമാധാനവും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല. പക്ഷേ ഇപ്പോൾ ലൈഫിൽ നിന്ന് ആ പഴയ വേദനകളൊക്കെ മാഞ്ഞു പോകുന്ന പോലെ, സന്തോഷങ്ങൾ എത്തിച്ചേരുന്നത് പോലെ. അതൊക്കെ ആലോചിച്ചപ്പോ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞതാണ്. സെമി ഡെഫ്നിയെ ചേർത്തു പിടിച്ചു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓർക്കുമ്പോഴും സെമി വല്ലാതെ അവസ്ഥയിലാകുന്നുണ്ടായിരുന്നു. പിരിഞ്ഞു പോയിട്ട് ഇതുവരെ ഡെഫ്നി ഒന്നും വിളിച്ചിട്ടില്ല. തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുമില്ല. അവൾക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് അവളെയും വേണ്ട എന്നൊക്കെ വലിയ രീതിയിൽ ചിന്തിച്ച് തന്റെ വർക്കിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സെമി തീരുമാനിച്ചു. പ്രസന്റിൽ ബോസിന്റെ അടുത്തെത്തി വർക്കിന്റെ കാര്യങ്ങളിൽ താനിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുവാണ് എന്നൊക്കെ സെമി പറഞ്ഞു. നല്ല കാര്യം, നിന്റെ വർക്കിൽ നീ ഇംപ്രൂവ് ചെയ്യണം, അതാണ് കമ്പനിക്ക് വേണ്ടത് ബോസ് പ്രത്യേകം പറയുകയും ചെയ്തു. അടുത്ത ദിവസം സെമി ഒരു പാർട്ടിക്ക് പോയിരുന്നു. ഒരു സുഹൃത്തിന്റെ പാർട്ടി. അവിടെ വെച്ച് സുഹൃത്തിനെ കണ്ട് സംസാരിക്കാൻ തുടങ്ങി. ഡെഫ്നിയുമായുള്ള ബ്രേക്കപ്പിനെ പറ്റി ആ സുഹൃത്ത് പറഞ്ഞു. ഇത്ര നാള്, അതായത് ഒരു 6 കൊല്ലം ഒന്നിച്ച് ജീവിച്ചിട്ടും നീ ഡെഫ്നിയെ പ്രപ്പോസ് ചെയ്തില്ലല്ലേ? ഇല്ലെന്ന് സെമി പറഞ്ഞപ്പോ ആ സുഹൃത്ത് അറിയിച്ചു, സ്ത്രീകൾ പ്രപ്പോസലിന് വേണ്ടി ഒരു കാലയളവ് വരെ കാത്തിരിക്കും. എന്നിട്ടും അത് സംഭവിക്കുന്നില്ലെങ്കിൽ അവര് തന്നെ ബ്രേക്കപ്പ് ചെയ്തു പോകും. അത് സ്വാഭാവികമാണ്. അവര് ചിന്തിക്കുക നിനക്കവരെ വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ലെന്ന മട്ടിലായിരിക്കും. ഡെഫ്നി നീയുമായുള്ള റിലേഷൻഷിപ്പിൽ ഹാപ്പി ആയിരുന്നു. പിന്നെന്താ സംഭവിച്ചത്? നോക്ക്, അവള് പാർട്ടിക്ക് പോലും വന്നിട്ടില്ല. നീ ഇല്ലാത്ത പാർട്ടി നോക്കി മാത്രമേ അവളിപ്പോ പോവാർ പോലും ഉള്ളൂ. നോക്ക്, അവൾ അവളുടെ ലൈഫിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പുതിയ പുതിയ ഇടങ്ങളിലേക്ക്, പുതിയ പുതിയ മനുഷ്യരിലേക്ക് അവൾ ഇറങ്ങിച്ചെല്ലുന്നു. നീ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കരുത്. കൂട്ടുകാരന്റെ വാക്കുകൾ സെമിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നൽകി. താനിവിടെ ഡെഫ്നിയുമായുള്ള റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുന്നു. പക്ഷെ അവളാകട്ടെ മൂവ് ഓൺ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കുന്നു. അവൾ പോയാ എനിക്കെന്താ എന്ന മട്ടിൽ പുറത്ത് വലിയ ഭാവം കാണിച്ച് കൂട്ടുകാരനോട് പറഞ്ഞ് സെമി അന്ന് അവിടുന്ന് പോന്നു. എല്ലാം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ കൊളീഗായ ഫ്രണ്ടായ
പഴയ എസ്തറുമായി ഒരു ബന്ധത്തിലേർപ്പെടാനും അവൻ ശ്രമിച്ചു. പക്ഷേ എസ്തർ ഒരു ഘട്ടത്തിൽ അവനെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പാർട്ടിയിൽ ഓഫീസിലുള്ള ഒരുപാട് പേരുണ്ട്. നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെപ്പറ്റിയും ബന്ധത്തെപ്പറ്റിയും ഒക്കെ വേറെ രീതിയിൽ അവർ നോക്കിക്കാണാൻ തുടങ്ങിയ അത് നമുക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഇത് വേണ്ട. അതോടെ എസ്തർ വിട്ട് സെമി തിരികെ നടന്നു. കഥ അവിടെ നിന്നും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഒരിക്കൽ പാർട്ടിക്ക് പോയി സെമി വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കാൻ പഠിക്കാൻ ഡെഫ്നി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ പറഞ്ഞു, കഴിഞ്ഞ 5-6 മണിക്കൂറായി യൂട്യൂബ് നോക്കി ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുകയാ, എന്നെ കൊണ്ട് പറ്റുന്നില്ല. പിന്നാലെ സെമിയോട് സ്നേഹത്തോടെ അവൾ ചോദിച്ചു, ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്തിരുന്ന ഉടുപ്പ് വാങ്ങാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് വാങ്ങിയോ? ഇല്ലെന്നായിരുന്നു സെമി പറഞ്ഞത്. ഡെഫ്നിക്ക് ദേഷ്യം വന്നു. ഇരുവരും വേഗം ആ ഡ്രൈ ക്ലീനിങ് സെന്ററിലേക്ക് പോയി. പക്ഷെ അത് അടച്ചുപോയിരുന്നു. ദേഷ്യത്തിൽ ഡെഫ്നി പറഞ്ഞു, നീ എന്താ ഒരു ഉത്തരവാദിത്തമില്ലാത്ത പോലെ പെരുമാറുന്നേ? ആകെ ഈ ഒരു കാര്യം ചെയ്യാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ. അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തു ചെയ്യും? കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സെമി അന്ന് സ്വിമ്മിങ്ങിന് പോയിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് തന്റെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ അവൻ കണ്ടു. റിയൽ എസ്റ്റേറ്റ് ഏജന്റ് പറഞ്ഞു, ആ വീട് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് മൂവ് ഔട്ട് ചെയ്യാനാണെങ്കിൽ മറ്റിടങ്ങൾ പോയി നോക്കണം, എന്റെ കൂടെ മറ്റ് വീടുകൾ കാണാൻ വരണം. സെമി അർദ്ധസമ്മതം മൂളി. അവിടെ നിന്ന് നീന്തലൊക്കെ കഴിഞ്ഞ് അവൾ കയറുമ്പോ അവളുടെ കാലിലുണ്ടായിരുന്ന ടാറ്റു സെമി നോക്കി നിന്നു. പെട്ടെന്ന് അവന്റെ ഓർമ്മകൾ വീണ്ടും പഴയ കാലത്തിലേക്ക് പോയി. ഒരിക്കൽ ഒരു പാർട്ടിയിൽ സെമിയും ഡെഫ്നിയും ഉണ്ടായിരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലേഡിയുടെ കാലിലും അതുപോലെ ടാറ്റു ഉണ്ടായിരുന്നു. സെമി അത് നോക്കി നിന്നു. ഡെഫ്നി അത് കണ്ടിരുന്നു. അതിനെപ്പറ്റി എത്തി അവനെ അവൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സെമിക്ക് പണ്ട് കുറെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. ഡെഫ്നിക്ക് അതിലൊക്കെ അമർഷമുണ്ട്. അവൾ അത്യാവശ്യം പൊസസീവാണ്. അന്ന് അതിന്റെ പേരിൽ ഡെഫ്നിയും സെമിയും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ ഉണ്ടായി. സെമി പറഞ്ഞു, നീ ഇങ്ങനെ പൊസസീവ് ആവുകയൊന്നും വേണ്ട, ഇതൊക്കെ സാധാരണമാണ്. ഡെഫ്നിക്ക് പക്ഷെ അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഡെഫ്നി വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് ഒരു ദിവസം ഡെഫ്നിയും സെമിയും ഒരു ലേക്കിൽ പോയി. വഞ്ചി തുഴഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സമയം സെമി ചോദിച്ചു, നമ്മൾ കുറച്ചു നാളായി ഒന്നിച്ചല്ലേ, നമുക്ക് കുട്ടികളെ പറ്റി ആലോചിക്കണ്ടേ? ഉടൻ ഡെഫ്നി പറഞ്ഞു, നമ്മുടെ കരിയറിൽ തന്നെ നമുക്കിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കുട്ടികളെ പറ്റിയൊന്നും ആലോചിക്കേണ്ട സമയമല്ല. പോരാത്തതിന് നീയും ഒന്ന് സ്റ്റേബിൾ ആയിട്ടില്ല. ജീവിതത്തിലെ ഒരു കാര്യത്തിലും നീ ഒരു ഉത്തരവാദിത്വം കാണിക്കാറില്ല. ഒരലസം മട്ടില എല്ലാ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നേ. അതങ്ങനെ ശരിയാവില്ല. സെമിയാകട്ടെ ആ ബോട്ടിൽ കിടന്നുറങ്ങുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. ഡെഫ്നിക്ക് ദേഷ്യം വന്നു. ബോട്ട് കുലുക്കി അവനെ എഴുന്നേൽപ്പിക്കാൻ അവൾ ശ്രമിച്ചു. അത് അവർക്കിടയിൽ രസകരമായൊരു നിമിഷം സമ്മാനിച്ചു. ഇരുവരും നീന്തി കരയ്ക്ക് കയറി. വസ്ത്രം മാറി. അന്ന് വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ അവർ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സെമി പുതിയ പ്രൊജക്ടിന്റെ ഡിസൈൻസ് ഒക്കെയായി ബോസിനെ ചെന്ന് കാണുകയായിരുന്നു. ബോസ് ഡിസൈൻസ് പരിശോധിച്ചു. പക്ഷേ അതൊന്നും അത്ര നന്നായിട്ടില്ല. അക്കാര്യങ്ങൾ തന്നെ ബോസ് സെമിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ, നിന്നെ കൊണ്ട് ഇതിനാവുന്നില്ലെങ്കിൽ അത് മുൻകൂട്ടി പറയണമെന്ന്, എന്നിട്ടെന്താ പറയാതിരുന്നത്? ബോസ് ചോദിച്ചു. സെമിക്ക് കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഡെഫ്നിയുമായി പിരിഞ്ഞതിൽ പിന്നെ താൻ അസ്വസ്ഥതയിലാണ്, അവളുടെ ഓർമ്മകളാണ് എന്ന് പറയാൻ അവന് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ദുരഭിമാനം. ബോസ് കാര്യമായി അവനെ ശാസിച്ചില്ല. അവനോട് വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞു വിട്ടു. പോകുന്നതിന് മുമ്പ് സെമി ബോസിനോട് പുതിയ സ്ഥലത്തേക്ക് മാറണമെന്നും അതിന് അഡ്വാൻസ് കൊടുക്കാൻ പണമില്ല, കുറച്ച് അഡ്വാൻസ് പണം തരാമോ എന്ന തരത്തിൽ ചോദിച്ചു. ബോസ് നല്ലൊരു സ്ത്രീയായിരുന്നു. അവർ പണം കൊടുക്കാൻ തീരുമാനിച്ചു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. അവരുടെ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവേ ഒരു ദിവസം സെമിക്ക് ഡെഫ്നിയുടെ കോൾ വന്നു. അവളുടെ മുത്തശ്ശി മരണപ്പെട്ടിരിക്കുന്നു, അങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിച്ചായിരുന്നു ഡെഫ്നി വിളിച്ചത്. പക്ഷേ സെമി പറഞ്ഞു, എനിക്ക് ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നേക്കാം. പക്ഷെ അത് ഡെഫ്നിയെ വല്ലാതെ ദുഃഖിപ്പിച്ചിരുന്നു. ഡെഫ്നിക്കറിയാം സെമി ഒരു മീറ്റിംഗിലും പങ്കെടുക്കാറില്ലെന്ന്. ഇന്ന് മാത്രം പ്രത്യേകിച്ചൊരു മീറ്റിംഗ് വന്നിരിക്കുന്നു. എല്ലാം കേട്ടിരുന്ന എസ്തർ സെമിയോട് ചോദിച്ചു, ഇന്ന് മീറ്റിംഗ് ഒന്നുമില്ലല്ലോ, എന്നിട്ടെന്താ നീ അങ്ങനെ പറഞ്ഞേ? സെമി ചോദിച്ചു. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? ഇതിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാ നല്ലത്. കഥ പ്രസന്റിലേക്ക് വരുന്നു. ഓഫീസിലായിരുന്ന സെമി അന്ന് എസ്തറുടെ അടുത്തെത്തി. അന്ന് വൈകുന്നേരം പിസ കഴിക്കാനും വൈൻ കുടിക്കാനും പോയാലോ എന്ന തരത്തിൽ എസ്തറോട് ചോദിച്ചു. കഥ വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. ഡെഫ്നിയുടെ മുത്തശ്ശൻ മരിച്ചപ്പോ സെമി പോയില്ലല്ലോ, മീറ്റിംഗും ഉണ്ടായിരുന്നില്ല. അക്കാര്യമൊക്കെ ഡെഫ്നിയറിന് വല്ലാത്ത ദുഃഖത്തിലായിരുന്നു. ഇനി എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞ് ഡെഫ്നി സെമിയുമായി വഴക്കടിച്ചു. പിന്നാലെ ഡെഫ്നിക്ക് ഒരു ജോലിയുടെ കാര്യത്തിന് മറ്റൊരിടത്തേക്ക് പോകണമായിരുന്നു. അവൾ വിമാനത്തിൽ കയറി. നോക്കുമ്പോ സെമിയും അതേ വിമാനം ബോർഡ് ചെയ്തിരിക്കുന്നു. പിണക്കം മാറ്റാൻ വേണ്ടി അവളെ സമാധാനിപ്പിക്കാൻ കൂടെ കയറിയതായിരുന്നു അവൻ. ഡെഫ്നിക്ക് സന്തോഷം തോന്നിയെങ്കിലും അവൾ അത് കാണിച്ചില്ല. തന്നോട് മിണ്ടണ്ടെന്ന് തന്നെ പറഞ്ഞു. സെമി പോയി മറ്റൊരു സീറ്റിലിരുന്നു. ഡെഫ്നി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ദിവസം മുഴുവൻ എനിക്ക് ജോലിയുണ്ട്, എന്നെ വിളിച്ചേക്കരുത്. എന്തായാലും അവർ താമസിക്കുന്ന ഹോട്ടലിലേക്കായിരുന്നു സെമി വന്നെത്തിയത്. സെമി ബോറടിച്ചപ്പോ അവിടുത്തെ ബാർക്കം റെസ്റ്റോറന്റിൽ പോയി. അവിടെ അതേസമയം ഒരു പെൺകുട്ടി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ബെറിലാണ്. ബെറിലിനെ ആദ്യമായി അവിടെ വെച്ചിട്ടായിരുന്നു സെമി പരിചയപ്പെടുന്നത്. ഇരുവരും
അവിടെ ഇരുന്ന് സംസാരിച്ചു. പരസ്പരം അവർക്കൊരു ഇൻട്രസ്റ്റും തോന്നി. ആ പെൺകുട്ടി സെമിക്ക് അവളുടെ നമ്പർ കൊടുത്തു. ഇരുവരും വന്ന അതേ ഹോട്ടലിൽ ഒരേ മുറിയിലായിരുന്നു തങ്ങിയത്. പുലർച്ചെ അവളെ സമാധാനിപ്പിക്കാൻ അവളോട് ക്ഷമ പറയാൻ സെമി ശ്രമിച്ചു. ഡെഫ്നി പറഞ്ഞു, എന്റെ ഗ്രാൻഡ് പാരന്റിന് നിന്നെ എന്ത് ഇഷ്ടമായിരുന്നു, എന്തിനാ അവർ നിന്നെ ഇത്രയധികം ഇഷ്ടപ്പെട്ടതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എന്നിട്ട് അത് നീ തിരികെ കാണിച്ചോ? അതുമില്ല. തൊട്ടുപുറകെ സെമി ഡെഫ്നിക്ക് തന്റെ നോട്ട്ബുക്കിലുണ്ടായിരുന്ന ഒരു ഡിസൈൻ കാണിച്ചു. ഈ ഡിസൈൻ നോക്ക്, ഇത് നീ ടാറ്റു ചെയ്താൽ നന്നായിരിക്കും എന്ന് സെമി പറഞ്ഞു. വിഷയം മാറ്റാനാണ് അവൻ ശ്രമിച്ചതെങ്കിലും ഡെഫ്നി ആകെ ദുഃഖിതയായിരുന്നു. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ ഒരു പ്രശ്നത്തിൽ അവർ തമ്മിലുള്ള വഴക്കവസാനിച്ചു. ഇരുവരും തമ്മിൽ ഒരു യോജിപ്പിലൊക്കെ എത്തി. ഡെഫ്നി അവളുടെ കയ്യിൽ സെമി വരച്ച് ആ ഡിസൈൻ ടാറ്റു ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുമ്പോഴാണ് അത് നടന്നത്. സെമിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ബെർലായിരുന്നു മെസ്സേജ് അയച്ചത്. റെസ്റ്റോറന്റിൽ വെച്ച് അവൻ നമ്പർ കൊടുത്തിരുന്ന ആ പെൺകുട്ടിയുണ്ടല്ലോ, അവൾ തന്നെ. അവളുമായി സെമി ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മെസ്സേജ് ഡെഫ്നി കണ്ടു. ഡെഫ്നി ചോദിച്ചു, ഇതാരാണ്? ആ അടുത്ത് പരിചയപ്പെട്ട പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ പ്രശ്നമാണെന്ന് ചിന്തിച്ച അവൻ അത് തന്റെ ഒരു പഴയ സുഹൃത്താണ് എന്ന മട്ടിൽ മറുപടി കൊടുത്തു. പക്ഷെ ആ മെസ്സേജ് തന്നെ നമ്മൾ മീറ്റ് ചെയ്തപ്പോ എന്റെ പേഴ്സണാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു. ഡെഫ്നി അതിൽ വറീഡായി. അതിന്റെ പേരിൽ അവർ തമ്മിലൊന്ന് വലിയ തോതിൽ വാക്കുതർക്കങ്ങൾ നടന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. സെമിയെ മീറ്റ് ചെയ്യാൻ സെമിയുടെ സഹോദരൻ വരുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൽ പോയി സെമി അവനെ പിക്ക് ചെയ്തു. ആ യാത്രയിലാണ് സെമിയും ഡെഫ്നിയും ബ്രേക്കപ്പായി എന്ന വിവരം സഹോദരൻ അറിയുന്നത്. അത് സത്യമാണോന്നറിയാൻ ഡെഫ്നിയുടെ ഇൻസ്റ്റഗ്രാം അവൻ പരിശോധിച്ചു. ശരിയാണ്, റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അവൾ സിംഗിൾ ആക്കിയിരിക്കുന്നു. പോരാത്തതിന് സെമിയുമായുള്ള എല്ലാ ഫോട്ടോസും ഡിലീറ്റ് ചെയ്തിരിക്കുന്നു. അത് കേട്ടതും സെമിക്ക് ഒരു വല്ലായ്മ തോന്നി. അവൾ ഇത്ര വേഗം മൂവ് ഓൺ ചെയ്തോ എന്ന മട്ടിലും അവൻ ചിന്തിച്ചു. സഹോദരൻ പറഞ്ഞു, ചേട്ടന് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ അത്തരത്തിൽ തന്നെയാ വേണ്ടത്. ഒരുപക്ഷെ ഈ ഫോട്ടോസൊക്കെ വീണ്ടും കാണുമ്പോ പഴയ കാര്യങ്ങൾ ഓർക്കും, അതിൽ കുടുങ്ങിക്കിടക്കും. മൂവ് ഓൺ ചെയ്യാനായിരിക്കും ഡെഫ്നി അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവുക. സെമിയുടെ ഫോൺ ആകെ കംപ്ലൈന്റ് ആയിട്ടിരിക്കുകയായിരുന്നു. അത് നന്നാക്കാൻ അമ്മ സഹോദരന്റെ പക്കൽ കുറച്ച് പണം കൊടുത്തു വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തുള്ളൊരു ഷോപ്പിൽ പോയി സെമിയുടെ ഫോൺ അവർ നന്നാക്കിയെടുത്തു. പെട്ടെന്നാണ് അവൻ ആലോചിച്ചത് എസ്തറിനെ പുറത്തു പോവാൻ വേണ്ടി താൻ ക്ഷണിച്ചിരുന്ന കാര്യം. അന്ന് തന്റെ സഹോദരനെയും കൂടെ കൂട്ടി എസ്തറിനൊപ്പം അവർ ഹാങ് ഔട്ട് ചെയ്തു. അന്ന് രാത്രി കുറച്ചുനേരം സെമിയും എസ്തറും സംസാരിച്ചിരുന്നിരുന്നു. രാത്രി സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കെ സെമി ചോദിച്ചു, ഇപ്പോ എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാനും അവളെ പോലെ ഞങ്ങളുടെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുമോ? ഉറപ്പായും ചെയ്യില്ലേ എന്നായിരുന്നു സഹോദരൻ മറുപടി പറഞ്ഞത്. സെമിയുടെ സോഷ്യൽ മീഡിയ ഒക്കെ പൂർണ്ണമായി പോയി കിടക്കുകയായിരുന്നു. അത് ടൈം വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് അവൻ പിന്നീട് അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നുമില്ല. അപ്പോഴാണ് വീട്ടിലുള്ള ഫോട്ടോസിന്റെ കാര്യം അവൻ ഓർത്തത്. അവൻ ആ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടുവന്ന് അത് കൂട്ടിയിട്ട് കത്തിച്ചു. പിന്നാലെ അവൻ തന്റെ ഫോണിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാക്കി. ആകെയുള്ള ഉദ്ദേശം ഡെഫ്നിയെ ഫോളോ ചെയ്യുക, അവളെ നോക്കിക്കാണുക എന്നത് മാത്രമായിരുന്നു. സെമി അവളുടെ അക്കൗണ്ട് പരിശോധിച്ചു. പുതിയ ഫോട്ടോസൊക്കെ ഉണ്ട്, സന്തോഷവതിയായി കാണപ്പെടുന്നു. അതൊക്കെ കണ്ട് സെമിയുടെ സഹോദരൻ പറഞ്ഞു, ഡെഫ്നി മൂവ് ഓൺ ചെയ്തെന്ന് തോന്നുന്നു. സെമിക്ക് അക്ഷരാർത്ഥത്തിൽ ചെറിയ വിഷമം തോന്നുന്നുണ്ടായിരുന്നു. പുറം ലോകത്തിന് മുമ്പിൽ താൻ ടഫാണ്, അവൾ പോയാലും കുഴപ്പമില്ലെന്നൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അവളെ അവൻ വലിയ തോതിൽ മിസ് ചെയ്തിരുന്നു. എന്നിരുന്നാലും എല്ലാ ശ്രദ്ധയും തിരിക്കാൻ വർക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സെമി തീരുമാനിച്ചു. ഡെഫ്നിയെ മറക്കുവാൻ വേണ്ട കാര്യങ്ങൾ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങി. വീട്ടിലെ ഭിത്തിയിൽ ഡെഫ്നിയുടെ വലിയൊരു ചിത്രമുണ്ടായിരുന്നു. അത് മായ്ച്ച് അവിടെ അവൻ മറ്റൊരു ചിത്രം വരച്ചു. ശേഷം അവിടെ ഉറങ്ങാൻ നോക്കി. പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഡെഫ്നിയുടെ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആ വീട് മാറിയേ പറ്റൂ, സെമി ഉറപ്പിച്ചു. അങ്ങനെയാണ് അടുത്ത ദിവസം മുതൽ ഏജന്റിന്റെ കൂടെ മറ്റ് വീടുകൾ നോക്കാൻ അവൻ പോയി തുടങ്ങിയത്. പക്ഷെ വീട് കാണിക്കുന്നതിനിടയിൽ അവർ തമ്മിൽ ഫ്ലേട്ട് ചെയ്യാനും മറ്റും ആരംഭിച്ചു. ഇരുവർക്കുമിടയിൽ പെട്ടെന്നൊരു അടുപ്പം രൂപപ്പെട്ടു. ഏജന്റിന് അവനോട് ഇൻട്രസ്റ്റ് തോന്നി. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് വന്നു. അവനെ ചുംബിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സെമി ഡിസ്റ്റർബ്ഡ് ആയി. അത് പാതി വഴിക്ക് വിട്ട് അവൻ അവിടെ നിന്ന് തിരികെ ഇറങ്ങി. പക്ഷെ അവർ തമ്മിൽ സംഭവിച്ചത് പെട്ടെന്ന് ഇരുവരും തന്നെ മറന്നു. ഏജന്റ് അവനെ വീണ്ടും പുതിയ വീടുകൾ കാണിക്കുവാൻ കൊണ്ടുപോയി. കഥ അവിടെ നിന്ന് വീണ്ടും പാസ്റ്റിലേക്ക് പോകുന്നു. ഇരുവരുടെയും ജീവിതം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുകയാണ്. മറ്റൊന്ന് സംഭവിക്കുന്നത്, ഡെഫ്നിക്ക് ജർമ്മനിയിൽ നിന്നും നല്ലൊരു ജോബ് ഓഫർ വന്നു. പക്ഷേ പോകണോ വേണ്ടയോ എന്നവൾ ആശങ്കാകുലയാണ്. പോയാൽ സെമി ഒറ്റക്കാകും. സെമിയുടെ വലിയ ഭാവി കരിയറൊക്കെ ഉള്ളത് ഇവിടെയാണ്. സെമിയും നിനക്കിവിടെ തന്നെ തുടർന്നുകൂടെ, ഇവിടെ ജോലി ചെയ്തുകൂടെ എന്ന് ഡെഫ്നിയോട് ചോദിക്കുകയും ചെയ്തു. ഒടുവിൽ ജർമ്മനിക്ക് പോവേണ്ട എന്ന് ഡെഫ്നി തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് അവർ ഇസ്താംബുളിലേക്ക് ഒരു വെക്കേഷന് പോയി.
അവിടെ വെച്ച് ഡെഫ്നിക്കുള്ളിലേക്ക് ആ സംശയം വന്നു. ഒരുപക്ഷെ ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചത് ഒരു നല്ല തീരുമാനമായിരുന്നു. സെമി അവളെ ചേർത്തു പിടിച്ചു. അവളോട് പറഞ്ഞു, നോക്കൂ, അതുകൊണ്ട് നമ്മളിപ്പോ ഒരു വെക്കേഷന് വന്നിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അത് ഡെഫ്നിക്ക് ഒരുപാട് ആശ്വാസം പകർന്നിരുന്നു. കഥ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ഒരു ദിവസം സെമി തന്റെ ഒരു സുഹൃത്തിനെ കണ്ടു. സുഹൃത്ത് അവനോട് പറഞ്ഞു, ഡെഫ്നി മൂവ് ഓൺ ചെയ്യുന്നത് കാണാൻ പാടില്ലേ? നീയും എന്തിനാ ഇങ്ങനെ തുടരുന്നത്? നിനക്ക് മൂവ് ഓൺ ചെയ്തുകൂടെ? നീ ഒരു ആർട്ടിസ്റ്റ് ആണ്. നിനക്കും എവിടെ നിന്ന് വേണമെങ്കിലും ജോലി ചെയ്യാമല്ലോ. അവള് ജർമ്മനിയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു എന്നാ ഞാൻ കേട്ടത്. നീയും അതുപോലെ നാട് ചുറ്റ് നിന്റെ ജോലി ചെയ്യ്. അടുത്ത ദിവസം ജിമ്മിൽ വെച്ച് അവൻ ഡെഫ്നിയുടെ ഒരു കൂട്ടുകാരനെ കണ്ടു. ഡെഫ്നി ജർമ്മനിയിലേക്ക് മൂവ് ചെയ്യുകയാണ് എന്ന കാര്യം അവനും പറയുന്നുണ്ടായിരുന്നു. താനും അങ്ങോട്ടേക്ക് ജോലിയുടെ കാര്യത്തിന് പോകുന്നുണ്ട് എന്ന ഫ്രണ്ട് പറഞ്ഞതോടെ സെമി ഒന്ന് വല്ലാതായി. ഡെഫ്നി തന്നിലേക്ക് തിരികെ വരും എന്നൊരു അവസാന പ്രതീക്ഷ സെമിക്കുണ്ടായിരുന്നു. അതും അവസാനിച്ചു തുടങ്ങുന്നു. സെമി വല്ലാത്തൊരു മാനസികാവസ്ഥയിലകപ്പെട്ടു. ഡെഫ്നിയെ മറക്കണം എന്നൊരു വെറി അവന്റെ ഉള്ളിൽ വന്നു. അവൾക്കായി അവൻ കുത്തിയ ടാറ്റു പൊള്ളിച്ചു മായ്ക്കാൻ വേണ്ടി വരെ അവൻ ശ്രമിച്ചു. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ഒരിക്കൽ സെമിക്ക് സുഖമില്ലാതായിരുന്നു. ഡെഫ്നി അവന്റെ കൂടെ ഇരുന്ന് അവനെ നോക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ സെമി അതിനെ സമ്മതിച്ചില്ല. ഡെഫ്നിയെ മാറ്റി അവൻ ബാത്റൂമിനകത്ത് കയറി ലോക്ക് ചെയ്തിരുന്നു. അതൊക്കെ അന്ന് ഡെഫ്നിയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കഥ തിരികെ പ്രസന്റിലേക്ക് എത്തുന്നു. അന്ന് സഹോദരൻ സെമിക്ക് അടുത്തു വന്ന് പറഞ്ഞു, അന്ന് വൈകുന്നേരം ഒരു പാർട്ടിയുണ്ട്, നീ വരുന്നുണ്ടോ? ഇല്ലെന്നായിരുന്നു സെമിയുടെ മറുപടി. രാത്രിയിൽ ഒരു സുഹൃത്ത് സെമിയെ വിളിച്ചു. ഡെഫ്നി പാർട്ടിക്ക് വരുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ധൃതിയിൽ സെമി അവിടെ ചെന്നു. പക്ഷെ അവിടെ ഡെഫ്നി വരുന്നുണ്ടായിരുന്നില്ല. സുഹൃത്ത് പറഞ്ഞു, നിന്നിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഞാനൊരു കള്ളം പറഞ്ഞതാണ്. കുറച്ചെങ്കിലും ഒന്ന് എൻജോയ് ചെയ്യാൻ നോക്കടാ. എന്തായാലും അവിടെ എത്തിയല്ലോ എന്ന് കരുതി സെമി പാർട്ടി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. ഇതിനിടയിൽ സുഹൃത്ത് സെമിയുടെ സഹോദരന് ഒരു മയക്കുമരുന്ന് ഗുളിക കൊടുക്കുന്നത് സെമി നോക്കിക്കണ്ടു. അതിന്റെ പേരിൽ അവിടെ സെമി പ്രശ്നമുണ്ടാക്കാൻ ആരംഭിച്ചു. സുഹൃത്തിനെ സെമി അടിച്ചിട്ടു. ശേഷം ആ ക്ലബ്ബ് വിട്ട് പുറത്തേക്കിറങ്ങി. ഒരുപാട് മദ്യപിച്ചതുകൊണ്ട് സെമിയാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഡെഫ്നിയെ വിളിക്കണമെന്നൊക്കെ അവന് തോന്നി. ഡെഫ്നിയെ വിളിക്കാൻ സെമി ശ്രമിച്ചെങ്കിലും ഫോൺ ചെയ്ത് കിട്ടിയില്ല. അവൻ തെരുവിൽ ഒരിടത്തിരുന്നു. അവിടെ ഒരു നായുണ്ടായിരുന്നു. തന്റെ മനസ്സിലെ വിഷമമൊക്കെ അവൻ ആ നായയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഡെഫ്നിക്ക് എന്നെ വേണ്ടെന്ന് തോന്നുന്നു, ഡെഫ്നിയെ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയൊക്കെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാനും മൂവ് ഓൺ ചെയ്യാൻ ആരംഭിക്കുന്നു. നായയോട് അവൻ പറയുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും അവൻ നേരെ പോയത് ബെറലിന്റെ അടുത്തേക്കായിരുന്നു. ബെറലിന്റെ അടുക്കൽ അവൻ ചോദിച്ചു, നിനക്ക് എന്നെ പ്രണയിക്കാൻ സാധിക്കുമോ? പക്ഷെ അവൾ പറഞ്ഞു, ഒരുപാട് വൈകിപ്പോയി, ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാനിപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലുമാണ്. അവളെയോർത്ത് സെമിക്ക് സന്തോഷം തോന്നി. അടുത്ത ദിവസം സെമി കണ്ണു തുറക്കുമ്പോ അവൻ വീട്ടിലായിരുന്നു. അവിടെ എസ്തർ ഉണ്ട്. താൻ അങ്ങനെ ഇവിടെ എത്തി എന്ന് സെമിക്കൊരു പിടുത്തവുമില്ല. എസ്തർ സെമിയുടെ ഫ്രണ്ടിന്റെ ഒപ്പം അവിടെ എത്തിച്ചേർന്നതായിരുന്നു. സെമിയെ എസ്തറാണ് വിളിച്ചുണർത്തിയതും. എസ്തർ സെമിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു മുമ്പ് അവളുടെ സാധനങ്ങൾ എടുക്കാൻ ഡെഫ്നി ഇവിടെ വന്നിരുന്നു. അത് കേട്ടതും ചാടി എഴുന്നേറ്റ സെമി ഡെഫ്നി അപ്പോൾ ഇറങ്ങിയിട്ടേയുള്ളൂ എന്ന് കേട്ട് അവളുടെ പിന്നാലെ ഓടിച്ചെന്നു. അവളുടെ പിന്നാലെ നടന്നുകൊണ്ട് അവൻ ചോദിച്ചു, നീ എന്നെ പൂർണ്ണമായി മറന്നോ? എന്നെപ്പറ്റി നിനക്കിപ്പോ ഒരു ഓർമ്മ പോലും വരുന്നില്ലേ? മറുപടി പറയാതെ അവളങ്ങനെ നടന്നു പോകുന്നത് കണ്ടപ്പോ അവൻ അവളെ തടഞ്ഞു നിർത്തി. അവൾ ചോദിച്ചു, ഇന്നലെ നീ എന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് കുറെ സംസാരിച്ചു, ഒന്നും ഓർമ്മയില്ലേ? സെമിക്കൊന്നും ഓർമ്മയേ ഉണ്ടായിരുന്നില്ല. അവന്റെ ഓർമ്മയിൽ ആകെയുള്ളത് അവസാനമായി അവൻ നായയോട് സംസാരിച്ചിരുന്നത് മാത്രമാണ്. എന്നെ കാണാൻ വന്ന നീ നിന്നെപ്പറ്റി തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്റെ കാര്യങ്ങളെപ്പറ്റി, നീ എന്നെ വിട്ടു പോവുകയാണെന്നും എല്ലാം അവസാനിപ്പിക്കുകയാണെന്നും ഒക്കെ. നമ്മൾ തമ്മിൽ ബ്രേക്കപ്പായി, ഞാൻ നിന്നെ വിട്ടു പോന്നു. പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. എന്താ ഞാൻ നിന്നെ വിട്ടു പോന്നത് എന്ന് നീ ഒന്ന് ചോദിച്ചോ? അതുപോലും നീ ചെയ്തില്ലല്ലോ. നിനക്കെപ്പോഴും നിന്റെ കാര്യങ്ങൾ മാത്രമാണ്, നിന്നെപ്പറ്റി മാത്രമേ നീ ചിന്തിക്കാറുള്ളൂ. അതും പറഞ്ഞ് വേദനയോടെ ഡെഫ്നി മുമ്പോട്ടേക്ക് നടന്നു. സെമിക്ക് വലിയ ദുഃഖം തന്നെ തോന്നി. സെമി തിരികെ വീട്ടിലെത്തി. കുറച്ചു ദിവസത്തേക്ക് അവൻ എങ്ങോട്ടും പോയില്ല, ജോലിക്കും പോയില്ല. ഒടുവിൽ സെമിയെ അന്വേഷിച്ച് ബോസ് തന്നെ സെമിയുടെ വീട്ടിലെത്തി. ബോസ് പറഞ്ഞു, നിന്റെ ജോലിയുടെ പ്രാധാന്യം, നീ ഏറ്റെടുത്തിരുന്ന ആ വർക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിനക്കറിയാമല്ലോ അല്ലേ? നിന്നെ പിരിച്ചുവിടാൻ മുമ്പേ പലരും പറഞ്ഞതാണ്. എന്നിട്ടും ഞാനത് ചെയ്തില്ല. നീ മെച്ചപ്പെടുമെന്ന് കരുതി. പക്ഷെ ഇപ്പോ കാര്യങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ലയന്റ് നമ്മുടെ കമ്പനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ്. നിനക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും പറ്റും. ഒരവസരം കൂടി നിനക്ക് തരാനാ ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. സെമി എന്ന ഡെഫ്നിക്കൊപ്പം ഉണ്ടായിരുന്ന അവന്റെ എല്ലാ നിമിഷങ്ങളെപ്പറ്റിയും ആലോചിച്ചു. ഒടുവിൽ അവൻ തന്റെ ഭാഗത്തെ ഒരു മിസ്റ്റേക്ക് തന്നെ മനസ്സിലാക്കി. സെമി അന്ന് അവന്റെ അമ്മയെ വിളിച്ചു, അമ്മയോട് സംസാരിച്ചു. അവൻ കുഞ്ഞായിരുന്ന സമയത്ത് അവന്റെ അച്ഛൻ അവനെ ഉപേക്ഷിച്ചു പോയതായിരുന്നു. അവൻ അമ്മയോട് പറഞ്ഞു, അച്ഛന്റെ ഒരു മോശം സ്വഭാവം എന്നിലേക്കും വന്നു ചേർന്നിട്ടുണ്ട്. ജീവിതത്തിൽ നിന്നും ആരെങ്കിലും വിട്ടുപോവുകയാണെങ്കിൽ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അതിൽ ഞാൻ തന്നെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ അവനോട് പറഞ്ഞു, അങ്ങനല്ല മോനെ, ഓരോരുത്തരും വേർപിരിയുമ്പോ ഓരോ തരത്തിലാ ഓരോ കാര്യങ്ങൾ
കാര്യങ്ങളും സംഭവിക്കുക. എല്ലാവരുടെയും ആ കാലയളവിലെ യാത്ര ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം, മുമ്പോട്ടേക്ക് ജീവിക്കണോ, അതിൽ കുടുങ്ങിക്കിടക്കണോ, അതോ പിന്നിലേക്ക് പോകണോ എന്നൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം. അമ്മയുടെ വാക്കുകൾ സെമിക്ക് ഒരു പുത്തനുണർവ് നൽകിയിരുന്നു. സെമി തുടർന്ന് മൂവ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ആർട്ട് വർക്കുകളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തു. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റി. എസ്തർ എപ്പോഴും അവന്റെ അടുക്കൽ അവളുടെ ജീവിതം ഒട്ടും സന്തോഷമില്ലാത്തതാണ് എന്ന് പറയുമായിരുന്നു. അവൾക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതി ഗിത്താർ ലെസൺസ് അവൻ അവൾക്ക് പകർന്നു നൽകാൻ തുടങ്ങി. ബെറിലിനും ബോയ്ഫ്രണ്ടിനുമൊപ്പം സന്തോഷത്തോടെ സെമി കുറേയധികം സമയം ചെലവഴിച്ചു. തന്റെ സന്തോഷത്തിനു വേണ്ടി സെമി ആർട്ട് വർക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. സെമിക്കും മൂവ് ഓൺ ചെയ്യണമായിരുന്നു. പക്ഷേ പിരിയുന്ന സമയത്ത് ഡെഫ്നി പറഞ്ഞൊരു വാക്ക് അതവനെ വല്ലാതെ ബാധിച്ചിരുന്നു. നിനക്കെപ്പോഴും നിന്റെ കാര്യങ്ങൾ മാത്രമേയുള്ളൂ, നീ സ്വാർത്ഥനാണ്, അതിലും മാറ്റം വരുത്തണം എന്ന് സെമിക്ക് തോന്നി. സെമി അടുത്തുള്ളൊരു ഡോഗ് ഷെൽട്ടറിലേക്ക് ചെന്നു. അവിടെ നിന്നും ഒരു നായയെ അഡോപ്റ്റ് ചെയ്തു. ആ നായയോട് അവൻ പറഞ്ഞു, എനിക്ക് ഇനി പഠിക്കണം, എങ്ങനെയൊന്നിനെ ടേക്ക് കെയർ ചെയ്യാമെന്ന്. നിന്നെ ഞാൻ നന്നായി ടേക്ക് കെയർ ചെയ്യും, അക്കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാവില്ല. അങ്ങനെയിരിക്കെ നാളുകൾ മുമ്പോട്ടേക്ക് പോയി. ഒരു ദിവസം സെമി തന്റെ നായയുമായി ഒരു വോക്കിനിറങ്ങിയതായിരുന്നു. അതിനിടയിൽ വഴിയിൽ വെച്ച് അവൻ വീണ്ടും ഡെഫ്നിയെ കണ്ടു. ഇരുവരും അടുത്തടുത്ത് വന്ന് സംസാരിച്ചു. ഡെഫ്നി പറഞ്ഞു, ഞാൻ കുറച്ചു ദിവസത്തെ വെക്കേഷന് വന്നതാണ്. സെമിയുടെ മാറ്റങ്ങളും കൂടെയുള്ള വളർത്തുനായയും അവന്റെ കയ്യിലെ പുതിയ ടാറ്റുവുമൊക്കെ ഡെഫ്നി ശ്രദ്ധിച്ചിരുന്നു. തന്റെ മൂവ് ഓൺ സ്റ്റോറിയായിരുന്നു അവൻ ആ ടാറ്റുവിൽ മികച്ച രീതിയിൽ ആലേപനം ചെയ്തിരുന്നത്. ഒരു മനുഷ്യൻ തന്റെ പരിധികൾ താണ്ടി മെച്ചപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിജീവനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടാറ്റു നോക്കിക്കണ്ട് അർത്ഥം മനസ്സിലാക്കിയ ഡെഫ്നി പറഞ്ഞു, ഈ ടാറ്റു നിനക്കത്ര ചേരുമെന്ന് തോന്നുന്നില്ല. നീ മറ്റെന്തെങ്കിലുമൊക്കെയായിരുന്നു അതിൽ വരച്ചു ചേർക്കേണ്ടിയിരുന്നത്. നീ ഒരു വെടിക്കെട്ട് പോലെയാണ്. പുറമേ നിന്ന് കാണുമ്പോ അത് അതിമനോഹരമായിരിക്കും, ഭംഗിയാർന്നതായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് ഇരുട്ട് മറഞ്ഞിരിക്കുന്നുണ്ടാകും. പക്ഷേ സെമി മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. അവൻ മൂവ് ഓൺ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആരുടെയും വാക്കുകൾ അവനെ ഇപ്പോൾ കുത്തിനോവിക്കില്ല. അവൻ മുന്നിലേക്ക് നടന്നു. ഡെഫ്നി പറഞ്ഞ പോലെ അവൻ തന്നെ നോക്കിക്കാണുന്നുണ്ടായിരുന്നില്ല. അവന്റെ മാറ്റങ്ങളിൽ, അവന്റെ അതിജീവനത്തിൽ അവന് തന്നെ ഉറപ്പുണ്ടായിരുന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.